പക്ഷേ ഞങ്ങൾ ഇവിടങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ട് എൻ്റെ മോളെ കണ്ടിട്ടില്ല. അവൾ പാലം വരെ പോയെന്ന് പറഞ്ഞു. പിന്നെ ആരും കണ്ടിട്ടില്ല, കേട്ടവരും ഇല്ല. എന്നാൽ 4 ദിവസമായി ഞങ്ങളൊന്ന് കിടന്ന് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങി. ഞങ്ങളൊന്നും കഴിച്ചിട്ട് പോലും അറിയാം. അപ്പം എൻ്റെ മോൾ എങ്ങനെയാണെന്ന് പോലും ഒരാൾ കഴിച്ചില്ലെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂട. ആര് കൊണ്ടുപോയെന്ന് പോലും ഞങ്ങൾക്ക് നിശ്ചയമില്ല. കുറേ അന്വേഷിച്ച് നമ്മൾ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും അവിടെയൊക്കെ അടുത്ത പരിസരങ്ങളില്ലേ ഊർജിതമായിട്ട് ഇവിടെ അടുത്തൊക്കെ പരിശോധിച്ച് അവിടെ ഒന്നും കണ്ടില്ല. ഇവിടെ അടുത്താണ് ആ ചെക്കൻ്റെ വീട്. അപ്പോൾ അവിടെ ഇവിടെ വരെ പോയുള്ളൂ. അപ്പം ഞാൻ പുറകെ ചെന്ന് വിളിച്ചിട്ട് വന്നു. ശ്രീഭദ്ര എന്നൊരു കുട്ടിക്ക് സംഭവിച്ചു. നാളെ ഒരു കുട്ടിക്ക് സംഭവിച്ചാൽ ഇതേ രീതി തന്നെ പിന്തുടരാൻ പോകുന്നത്. പോയൊരു 5 മിനിറ്റിൽ തന്നെ ഞങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിയ ആളാ. അപ്പോൾ ആള് സൈക്കിളിന് ഇത് കേരളത്തിൽ ഒരൊറ്റപ്പെട്ട സംഭവമെന്ന് ഞാൻ പറയില്ല. കഴിഞ്ഞ ദിവസം ആലുവയിൽ ഇതേപോലെ സംഭവം നമ്മൾ കേട്ടിരുന്നു. എങ്ങോട്ട് പോയോന്നും നമുക്കറിയില്ല. ആര് കൊണ്ടുപോയെന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. നമസ്കാരം. ഒരു 12 വയസ്സുകാരിയെ കാണാതായിട്ട് 4 ദിവസം പിന്നിടുകയാണ്. ഇതുവരെ യാതൊരു വിവരവുമില്ല. ഒരു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി മുംബൈയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലങ്ങാട് സ്വദേശി ശ്രീജേഷിൻ്റെ മകൾ 12 വയസ്സുകാരി ശ്രീഭദ്രയാണ് കാണാതായിരിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോട് കൂടിയിട്ടാണ് വീട്ടിൽ നിന്നും പുസ്തകം വാങ്ങാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീഭദ്രയുടെ ആലങ്ങാട് പുറപ്പള്ളിക്കാവിലെ വീട്ടിലാണ്. ശ്രീജേഷ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. മോള് എന്ത് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? പുസ്തകം വാങ്ങാൻ പറഞ്ഞ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ അവനെ വിളിക്കാൻ ചെയ്ത് പുസ്തകം വാങ്ങാൻ പോകണമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രി അപ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെ 100 മീറ്റർ അടുത്തുള്ളൂ. നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും ഈ ലൈനിൽ തന്നെ ഉണ്ട്. എവിടെയാണ് വാങ്ങാൻ പോകുന്നത് പറഞ്ഞു? ഈ തൊട്ട് റോഡിൻ്റെ അടുത്ത് നമ്മുടെ 100 മീറ്റർ അപ്പുറം കൂടെ പഠിക്കുന്ന ആ കൊച്ചിൻ്റെ അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോകണ്ടായില്ല. അത് അമ്മയുടെ വീട്ടിൽ പോയി കാരണം പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് നോട്ട് കംപ്ലീറ്റ് എഴുതാൻ വേണ്ടി തിങ്കളാഴ്ച എഴുതി കൊണ്ടുപോകണല്ലോ. അപ്പോൾ അതിനുവേണ്ടി മേടിക്കാൻ പോയതാണ്. പിന്നെ എപ്പോഴാണ് മോളെ നമുക്ക് കാണുന്നില്ലെന്ന് അറിയുന്നത്? ഒരു 8:45. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പോയി ഇവിടം വരെ, പക്ഷെ കാണാൻ പറ്റില്ല. കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്നായിരുന്നോ? ചെന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. അവിടെ ആരും ഇല്ലായിരുന്നു? അവരോട് ചോദിച്ചായിരുന്നോ? അവർ ചോദിച്ച് വന്നിട്ടില്ലെന്നും പറഞ്ഞത്, അങ്ങോട്ട് എത്തില്ലെന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ പിന്നെന്താ ചെയ്തത്? പിന്നെ ഞാനിപ്പോൾ കുറേ അന്വേഷിച്ച് നമ്മൾ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും അവിടെയൊക്കെ അടുത്ത പരിസരങ്ങളില്ലേ എല്ലായിടത്തും അന്വേഷിച്ച് നമ്മളെ അയലക്കാരും കൂട്ടുകാരന്മാരും എല്ലാവരും ഊർജിതമായിട്ട് ഇവിടെ അടുത്തൊക്കെ പരിശോധിച്ച് അവിടെ ഒന്നും കണ്ടില്ല. പിന്നീട് നമ്മൾ ആലങ്ങാട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്ത് വരെ എടുത്തു. ഒരു 10 മണിയായപ്പോഴേക്കും 9:30 കൊണ്ട് കൊടുത്തു. പോലീസ് എന്താ പറഞ്ഞത്? പോലീസ് നടപടി എടുത്തിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഊർജിതമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അവരോട് തന്നെ നമ്മുടെ മകളുടെ ഭർത്താവും പോയിട്ടുണ്ട് അവരോട് തന്നെ. ഓക്കെ. ഈ ശ്രീഭദ്രയുടെ ചേച്ചിയായിരുന്നു അന്ന് വീട്ടിലുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ശ്രീഭദ്ര പോയത്? ബുക്ക് വാങ്ങാനാന്ന് പറഞ്ഞ് കൂട്ടുകാരത്തിയുടെ വീട്ടിലവിടെ സൈഡിൽ ഇവിടെ അടുത്താണ് ആ ചെക്കൻ്റെ വീട്. അപ്പോൾ അവിടെ ഇവിടെ വരെ പോയുള്ളൂ. അപ്പം ഞാൻ പുറകെ ചെന്ന് വിളിച്ചിട്ട് വന്ന്. ഞാൻ പിന്നെ ബാത്റൂമിൽ പോയ സെക്കൻഡിലാണ് ആൾ പോയേക്കണേ. എന്തായാലും പോയൊരു 5 മിനിറ്റിൽ തന്നെ ഞങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിയ ആളാ. അപ്പോൾ ആൾ സൈക്കിളിന് പോയെന്ന് പറഞ്ഞല്ലോ. പിന്നെ തന്നെ ഞാൻ അന്വേഷിച്ചിട്ട് പിന്നെ കിട്ടിയില്ല ആളാ. സൈക്കിൾ പിന്നെ എവിടെ നിന്ന് കിട്ടി? അല്ല, അവൻ കൂട്ടുകാരൻ അവൻ്റെ വീട്ടിലാണ് പോയത് ബുക്ക് വാങ്ങാനായിട്ട്. സൈക്കിൾ കൊണ്ടുപോയില്ല? ഇല്ല, ആളവിടെ വരെ പോയിട്ടുള്ളൂ. പിന്നെ അറിയില്ല എങ്ങോട്ട് പോയെന്ന്. കൂട്ടുകാരികളോടൊക്കെ ചോദിച്ചോ എന്താ കാര്യം? അടുത്ത് അന്വേഷിച്ചു. എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടിയോ? ഒന്നും അറിയില്ല. ആരെങ്കിലും സംശയമുള്ളത് ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ സംശയമൊന്നുമില്ല. മറ്റേ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ അന്വേഷിക്കുകയല്ലേ ചെയ്തു? ഇപ്പോൾ ബസ് സ്റ്റോപ്പ് കരുമാലൂർ തട്ടാമ്പടി ജസ്റ്റ് ഒന്ന് അതിലൊക്കെ അന്വേഷിച്ച്, പിന്നെ നമ്മുടെ പോയത് വെച്ചാൽ മനക്കപ്പടി ഭാഗത്തൊക്കെ നോക്കി ബസ് സ്റ്റോപ്പിലൊക്കെ അന്വേഷിച്ച് അവിടെ കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പരിസരങ്ങളിൽ വീടുകളിലൊക്കെ അന്വേഷിച്ച് CCTV എല്ലാം പരിശോധിച്ച് നോക്കി. CCTV നമ്മൾ കൂട്ടുകാരന്മാർ പരിശോധിച്ചപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത് മാത്രം നമുക്ക് ഒരു അറിവുണ്ടാവുള്ളൂ. ഓട്ടോറിക്ഷ പാസ്സായി പോകുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പിന്നൊന്നും അറിയാൻ പാടില്ല. അതിൻ്റെ നമ്പറൊന്നും കിട്ടിയില്ല? ഇല്ല, നമ്പറൊന്നും കിട്ടിയില്ല. എല്ലാവരും നമ്മൾ കൂട്ടുകാരന്മാർ ഒന്ന് എല്ലാ CC ക്യാമറ ടെസ്റ്റ് ചെയ്തു, വേറൊന്നും കിട്ടിയില്ല. KPMS ചിറ്റമനപ്പള്ളം പ്രസിഡന്റ് നമ്മുടെ ചേരുന്നുണ്ട്. എന്താണ് പോലീസിൽ നിന്ന് എന്താണ് ലഭിക്കുന്ന വിവരം? ഇപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ ന്യൂസ് ഞാൻ കണ്ടിരുന്നു, കോഫി വിത്ത് അരുൺ. അതിൽ കുട്ടി മുംബൈയിലെ ധാരാവിലെത്തിയെന്നാണ് പറയണത് കേട്ടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും ആശങ്കയുണ്ട്. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഒരു 12 വയസ്സായ കുട്ടീനെ, ഇവിടെ ഒത്തിരി കുട്ടികളുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ സ്കൂളുകളിൽ പോകുന്നത് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഇടയിലാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന വീട്ടിലെ ഈ പറയുന്ന ചേട്ടൻ്റെ മൂത്ത മകളുടെ ഹസ്ബൻഡ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കൂടെയുണ്ട്. പല കാര്യങ്ങളും
കൂടെ പോണതിൽ ഇവർ പറയേണ്ടത് ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ ഇവർ പറഞ്ഞത് കാസർഗോഡ് ലൊക്കേഷൻ ട്രേസ് ചെയ്തെന്നാണ് ഇവർ ഫസ്റ്റ് ദിവസം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നത് 2 മണിക്കാണ് പോകുന്നത് പോലീസുകാർ. ഏകദേശം പോകാൻ ഏകദേശം ഒരു 7-7.5 മണിക്കൂറോളം അവിടെ എത്താനെടുക്കും. അത് കഴിഞ്ഞ് ലൊക്കേഷൻ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ആശങ്കപരമായിട്ടൊരു സംഭവം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പഴയ കാലഘട്ടമല്ലല്ലോ, വിളിച്ച് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഓരോ ലൊക്കേഷൻ മാറി പോകണമെന്ന് വെച്ചാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നിട്ട് ചെയ്യാം. പോലീസൊക്കെ പണ്ടത്തെ പോലീസെല്ലാം നമ്മൾ അറിഞ്ഞാണ് കുട്ടിയെ കണ്ടെത്താനുള്ള ഇത് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ 4-ാം ദിവസമായി. പോലീസ് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നും പറയുന്നല്ലാണ്ട് നമുക്കിപ്പോഴും ഭയങ്കര ആശങ്ക തന്നെയൊക്കെയാണ്. ഇതൊരു കുട്ടിക്ക് സംഭവിച്ചു, ശ്രീഭദ്ര എന്നൊരു കുട്ടിക്ക് സംഭവിച്ചു. നാളെ ഒരു കുട്ടിക്ക് സംഭവിച്ചാൽ ഇതേ രീതി തന്നെയല്ലേ പിന്തുടരാൻ പോണത്. ഇത് കേരളത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഞാൻ പറയില്ല. കഴിഞ്ഞ ദിവസം ആലുവയിൽ ഇതേപോലെ സംഭവം നമ്മൾ കേട്ടിരുന്നു. TV-യിൽ ഒരു കുട്ടീനെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിച്ചു. പിന്നീടാണ് മനസ്സിലായത് കുട്ടി നമ്മുടെ കുട്ടിയല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ പോലീസിനെ കൊണ്ട് മാത്രമല്ല ഇതിൽ ബന്ധപ്പെട്ട അധികാരികളും വേണ്ടപ്പെട്ട തലത്തിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകൾ, ആഭ്യന്തരം ഉൾപ്പെടെ ആളുകൾ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായിട്ട് ആ കുട്ടിക്ക് ഒരു സംരക്ഷണം ഒരുക്കണം. ഈ കുടുംബത്തിൻ്റെ കണ്ണീരിനെ കണ്ടില്ലാന്നിരിക്കരുത്. അവരതിലേക്ക് ഇടപെടണമെന്ന് നമുക്ക് പറയാനുള്ളത്. അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു? എന്നോടൊന്നും പറഞ്ഞാലും ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി പോയത് ഞങ്ങൾ ജംഗ്ഷനിലേക്ക് പോയായിരുന്നു. തിരിച്ച് വരുമ്പോഴാണ് അറിയണത് എൻ്റെ മോള് ബുക്ക് മേടിക്കാൻ പറഞ്ഞു പോയെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ട് എൻ്റെ മോളെ കണ്ടിട്ടില്ല. അവൾ പാലം വരെ പോയെന്ന് പറഞ്ഞു. പിന്നെ ആരും കണ്ടിട്ടില്ല, കേട്ടവരും ഇല്ല. എങ്ങോട്ട് പോയോന്നും നമുക്കറിയില്ല. ഇവരോടെങ്കിലും പറഞ്ഞെങ്കിലല്ലേ നമുക്കതൊന്നും പറയാൻ പറ്റുള്ളൂ. എങ്ങോട്ട് പോയോന്നും ഒരു നിശ്ചയമില്ല. ഇപ്പം 4 ദിവസം എൻ്റെ മോള് പോയിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയും. ഇത് പോലീസുകാർ പറയുന്നത് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കൊച്ചിൻ്റെ അടുത്തോട്ട്. വേറെ നമുക്കൊന്നും അറിയില്ല. അവർ പറയുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കൂട്ടുകാരികൾ എന്തെങ്കിലും പറഞ്ഞു? കൂട്ടുകാരികൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അവരോട് ഞങ്ങൾ എല്ലാവരെയും മാറി മാറിയൊക്കെ ഞങ്ങൾ വിളിച്ച് ചോദിച്ച് സംസാരിച്ചപ്പോൾ അവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ ഇവിടെ വന്നാലും അവൾ ഫോൺ എടുക്കുക, അങ്ങനെ കൂട്ടുകാരികൾ വിളിക്കും, അല്ലാണ്ട് നമ്മുടെ മുമ്പിൽ നിന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് കാണാൻ തെറ്റൊന്നും അവളുടെ കൊച്ചിൻ്റെ രീതിയിലൊന്നുമില്ല. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കണുള്ളൂ. അവൾ പ്രായപൂർത്തി കൂടി ആയിട്ടില്ല അവൾക്ക്. എങ്ങനെയെങ്കിലും ആളുടെ മോളെ ഒന്ന് കണ്ടുപിടിച്ചെന്ന് തന്നാൽ 4 ദിവസം ഞങ്ങളൊന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങി ഞങ്ങളൊന്ന് കഴിച്ചിട്ട് പോലും അറിയോ. അപ്പം എൻ്റെ മോൾ എങ്ങനെയാണെന്ന് പോലും ഒരാൾ കഴിച്ചില്ലെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആര് കൊണ്ടുപോയി എന്ന് പോലും ഞങ്ങൾക്ക് നിശ്ചയമില്ല. തീർച്ചയായിട്ടും എന്തായാലും ഈ അമ്മയുടെ കണ്ണീര് എന്തായാലും പോലീസ് കാണണം. നിങ്ങൾ എത്രയും വേഗം തന്നെ ഇതിനൊരു നടപടി സ്വീകരിച്ച് അവരെ കണ്ടെത്തണം. എന്തായാലും പോലീസിനെ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നും കാണില്ല. ഈ സ്ഥലത്തെ CCTV-കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എന്തായാലും ചെറിയൊരു തുമ്പ് കിട്ടി എന്നാണ് പോലീസ് പറയുന്നത്. മുംബൈയിലുണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. അവിടെ നിന്നും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ എങ്കിലും ഊർജിതമായി ഒന്നുകൂടി അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായി തെളിവുകൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ റോഡിലൊക്കെ CCTV ഉള്ളതാണ്. എല്ലാ വീടുകളിലും CCTV ഉണ്ട്. ആ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ തന്നെ കുട്ടി എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ കഴിയും. വളരെ കൃത്യമായ അന്വേഷണം നടത്തുന്ന ഒരു പോലീസാണ് നമ്മുടെ കേരള പോലീസ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അടിയന്തരമായി കൂടുതൽ പോലീസിനെ വിന്യസിച്ച് അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പീയൂഷ്, മറുനാടൻ മലയാളി.